അലിയുടെ സ്വന്തം കുഞ്ഞിപ്പാത്തു. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എടി പാത്തു, നീ എന്തൊക്കെ കാണിക്കുന്നത്? ആരെങ്കിലും കണ്ട നീ ഒന്ന് പോയേ. നീ വിചാരിക്കുന്ന പോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. നീ ഒന്ന് മനസ്സിലാക്കുക. അലി, എനിക്ക് പറ്റില്ല. അലിയല്ലാതെ വേറെ ആളായിട്ടുള്ള ജീവിതം ഈ പാത്തുവിന് അതൊരിക്കലും കഴിയില്ല. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കുക. വാപ്പിച്ചിയോട് ഞാൻ പറഞ്ഞോളല്ല, സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. ദേ പാത്തു, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നിനക്കെന്നാൽ പറയുന്നത് തീരെ ബോധമില്ലാതായോ? പ്ലീസ് നീ ഒന്ന് പോയി തരുമോ? ഞാൻ നിങ്ങളുടെ വീട്ടിലെ വേറൊരു ഡ്രൈവർ മാത്രമാണ്. എങ്ങും നിന്നോ കയറി വന്ന് എനിക്ക് നിന്റെ ഉപ്പ തന്ന പുതിയൊരു ജീവിതം കൂടിയാ. ആ അദ്ദേഹത്തെ എനിക്കൊരിക്കലും ചതിക്കാനാവില്ല. അങ്ങനെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കലും സന്തോഷത്തോടു കൂടി ജീവിക്കാനും കഴിയില്ല. അതും പറഞ്ഞ് അവൻ അവളെ കൈകൊണ്ട് വലിച്ച് റൂമിന് പുറത്തായിക്കൊണ്ട് വാതിൽ കൊട്ടിയടച്ചു. ഒരു പ്രതിമ കണക്കെ കുറച്ചു നേരം അനങ്ങാതെ നിന്നുപോയി പാത്തു അവിടെ. ശേഷം കൈകൊണ്ട് കണ്ണുനീർ അമർത്തി തുടച്ച് ഇന്റർലോക്ക് ചെയ്ത ആ മുറ്റത്തിലൂടെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്തിനെന്നറിയാതെ അലിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവൾക്ക് മുമ്പിൽ കൊട്ടിയടച്ച വാതിൽ ചാരിയിരുന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ തന്റെ ജീവിതയാത്ര ഓരോന്നായി ഓർത്തെടുത്തു അവൻ. അത്രമേൽ ഒറ്റപ്പെട്ട തന്റെ ബാല്യവും കൗമാരവും. തെരുവിൽ അച്ഛനാരും അമ്മയാരും എന്നറിയാതെ വളർന്നു. ചെറുപ്പം മുതൽ ചെയ്യാത്ത ജോലികളില്ല. അങ്ങാടിയിൽ ചുമടെടുത്തും ഹോട്ടലിൽ പാത്രങ്ങൾ കഴുകിയും ജീവിതത്തിന്റെ കൈപ്പുരസങ്ങളെല്ലാം രുചിച്ചു. ടൗണിൽ ഹോട്ടലിൽ നടത്തിയിരുന്ന നാരായണേട്ടന്റെ നല്ല മനസ്സുകൊണ്ട് നഗരത്തിലെ ചാരിറ്റി ട്രസ്റ്റ് നടത്തുന്ന സ്കൂളിന്റെ കീഴിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. 10ാം ക്ലാസ് വരെ തിരക്കേടില്ലാതെ പഠിച്ചു. +2 നഗരത്തിലെ തന്നെ ഒരു പാരലൽ കോളേജിൽ പഠിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 മണി വരെ പട്ടിപ്പണി ചെയ്താണ് കോളേജിലെ ഫീസ് അടച്ച്. വീണ്ടും തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും മരപ്പണി ചെയ്ത് ഫീസ് അടക്കാൻ വയ്യാത്തതിനാൽ ആ മോഹം അവിടെ ഉപേക്ഷിച്ചു. 2-3 വർഷത്തെ അലച്ചിലിന് ശേഷം പിന്നെ കയ്യിൽ കിട്ടിയ സാധനങ്ങളും ബാഗിലാക്കി ബാക്കി സമ്പാദ്യം നാരായണേട്ടനെ ഏൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് വണ്ടി കയറി. എന്തിനെന്നു പോലും ലക്ഷ്യമില്ലാത്തൊരു യാത്ര. അത് അവസാനിച്ചത് അറക്കൽ അഹമ്മദ് സാഹിബ് എന്ന ഈ വലിയ മനുഷ്യന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡ്രൈവറായിട്ടായിരുന്നു. പുറത്ത് ഇടിവെട്ടി പെയ്യുന്ന മഴയിൽ അവൾക്ക് മുമ്പിൽ അടച്ചിട്ട് പോയ വാതിൽ ചാരിയിരുന്നുകൊണ്ട് അലിയുടെ ഓർമ്മകൾ വീണ്ടും ഭൂതകാലത്തേക്ക് പാഞ്ഞു. ഇവിടെ വണ്ടി ഇറങ്ങിയെത്താൻ എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ 2-3 ദിവസം ചുറ്റിക്കറങ്ങി. കയ്യിലുള്ള അവസാന തൊട്ടും തീരാറായ ബേജാറിൽ ഒരിക്കലും ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റു. എന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്ന ചിന്തയിൽ പള്ളി ലക്ഷ്യമാക്കി നടന്നു. ടൗൺ ജുമാ മസ്ജിദ് എന്നെഴുതിയ വലിയ കവാടത്തിലൂടെ വേഗം പടികൾ ഓടിക്കയറി നിസ്കരിച്ചിറങ്ങി. തലയിലെ തൊപ്പി അവിടെ ഊരിവെച്ച് വീണ്ടും പള്ളിയുടെ പടിയിറങ്ങുമ്പോഴാണ് താഴെ റോഡരികിലായി വണ്ടിയിൽ കയറുമ്പോൾ ഒരാൾ കുഴഞ്ഞുകൊണ്ട് താഴോട്ടിരിക്കുന്നത് കാണുന്നത്. എന്താ പറ്റിയത്? അവനയാൾ നിലത്തോട്ടിരിക്കും മുമ്പേ അയാൾ കൈകൾ കൊണ്ട് താങ്ങി. എന്താണെന്നറിയില്ല, പ്രഷർ കുറഞ്ഞാണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു ക്ഷീണം, തലയൊന്നാ കറങ്ങും പോലെ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അവനയാൾ താങ്ങി പിടിച്ചുകൊണ്ട് സഹായത്തിനായി ചുറ്റും നോക്കി. എന്നാൽ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആ ഒരു അവസ്ഥയിൽ അയാളിട്ട് സഹായത്തിനായി മറ്റാരുടെ അടുത്തേക്ക് ഓടാനും കഴിഞ്ഞില്ല. എന്നാലും മോൻ എന്നെ ഇവിടുത്തെ മിഷൻ ഹോസ്പിറ്റലിൽ ആക്കിയേക്ക്. വണ്ടി എടുക്കാൻ അറിയോ ഇയാൾക്ക്? അറിയാം. എന്നാ അതിൽ കീഴുണ്ട്. അവൻ കുഴഞ്ഞു പോകുന്ന അയാളെ വേഗം എടുത്ത് വണ്ടിയിലിരുത്തി സീറ്റ് വലിച്ചിട്ടുകൊണ്ട് വീണ്ടും പള്ളിയുടെ പടവുകളിലേക്ക് നോക്കി. പക്ഷെ അവിടെയെങ്കിലും സഹായിക്കാൻ പറ്റുന്ന ആരും ഇല്ലായിരുന്നു. ഇത്രയും രാവിലെ പള്ളിയിൽ വന്നവരെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു. പിന്നെ വേറൊന്നും ചിന്തിക്കാതെ 10 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിന് മുമ്പിലെത്തി. അയാൾ പറഞ്ഞു കൊടുത്ത പ്രകാരം ആ വണ്ടി ഹോസ്പിറ്റലിന് മുമ്പിലെത്തിയതും കാഷ്വാലിറ്റിയിൽ നിന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2-3 പേർ ഓടിയെത്തി. അവർ സ്ട്രക്ചർ എടുക്കും മുന്നേ അവനയാളെ വാരിയെടുത്ത് അകത്തേക്ക് ഓടി. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കൂ, ഞങ്ങൾ ഫാത്തിമ മേഡത്തെ വിവരം അറിയിക്കാം. അവൻ മേലെ പുറത്തിറങ്ങി അവിടെയുള്ള ഒരു സീറ്റിലായിട്ടിരുന്നു. അഹമ്മദ് സാറിന് എന്ത് പറ്റിയതാ? BP പിന്നെ ലോ ആയിട്ടുണ്ടാവില്ലേ? ഫാത്തിമ മേഡത്തെ വിളിച്ചിട്ടുണ്ട്. മേഡം വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി എന്ന് തോന്നിക്കുന്ന ഒരാൾ അലിയുടെ അരിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ അതാരാ? എനിക്കൊന്നും അറിയില്ല. അത് ശരി, ആളറിയാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അത് ഞാൻ ഈ നാട്ടിൽ പുതിയതാ, ഒരു ജോലി അന്വേഷിച്ച് ഇറങ്ങിയതാ. അപ്പോഴവിടെ പള്ളിക്കുമ്പിൽ ഇവരെ കണ്ടത്. അവർ തന്നെ ആ അവസ്ഥയിൽ എന്നോട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാ വണ്ടി എടുത്ത് വന്നത്. അത് ശരി, ഞാൻ വിചാരിച്ചു നിങ്ങൾ സാഹിബിന്റെ പുതിയ ഡ്രൈവറാണെന്ന്. അത് അറക്കൽ അഹമ്മദ് സാഹിബ്. ഈ കോഴിക്കോടുള്ള ആരും അറക്കൽ തറവാടിനെ കുറിച്ച് അറിയാതിരിക്കില്ല. മൂപ്പരായപ്പോൾ ഇവിടുത്തെ മൂപ്പിലാണ്. നമ്മുടെ കോഴിക്കോട് മജിസ്ട്രേറ്റ് ആയിരുന്നു. 2 വർഷം മുമ്പ് റിട്ടയറായി. ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ പുള്ളിയുടേതാ. അതാവും ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ ഒരുവിധം ഡോക്ടർമാരും സ്റ്റാഫൊക്കെ അറക്കൽ ഫാമിലി അതിനെ ചുറ്റിപ്പറ്റിയുള്ളവരാ. എന്നാലും പാവങ്ങൾക്കും അവരുടെ യോഗ്യതകൾക്കനുസരിച്ച് ഇവിടെ ജോലിയുണ്ട്. മൂപ്പര് മോള് ഇവിടുത്തെ ഡോക്ടറാ, ഡോക്ടർ ഫാത്തിമ അഹമ്മദ്. ആള് വിളിച്ചിട്ടുണ്ട്. സാഹിബിന് പെട്ടെന്ന് BP ലോ ആവും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഒരു ഡ്രൈവർ വെക്കാൻ ഫാത്തിമ മേഡെന്നും പറയാറുണ്ട്. പക്ഷെ മനസ്സിൽ പിടിച്ച ആളെ കിട്ടിയില്ലെന്നാ മൂപ്പര് പറയുന്നത്. തന്നെ കണ്ടപ്പോൾ പുതിയ ഡ്രൈവറാണെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അയാൾ അലിയോട് പറഞ്ഞു. അപ്പോൾ തന്നെയാണ് കാഷ്വാലിറ്റിയുടെ ഡോർ തുറന്നുകൊണ്ട് ഒരു നേഴ്സ് വിളിച്ച്. നിങ്ങളല്ലേ അഹമ്മദ് സാഹിബിനെ കൊണ്ടുവന്ന്? BP ഒന്നും ഷൂട്ടായി പോയതാ, ഇപ്പൊ നോർമലായിട്ടുണ്ട്. നിങ്ങൾ കാണണമെന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് വന്നോളൂ. ചെന്നോളൂ, ഇതുവരെ കൊണ്ടുവന്നല്ലേ, പോയി സംസാരിച്ചോളൂ. നേരത്തെ തൊട്ടടുത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ചേട്ടൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ മറുത്തൊന്നും ചിന്തിക്കാതെ അലി ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി.
വാടൂ. ചെറിയൊരു ക്ഷീണത്തോടെ അയാൾ വിളിച്ചു. അവൻ മേലെ ആൾക്കരിയിലായിരുന്നു. ഞാൻ അറക്കൽ അഹമ്മദ്. ഇടയ്ക്കിടെ ഇങ്ങനെ BP കുറയാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് പള്ളിയുടെ മുമ്പിൽ നിന്നായിപ്പോയി. പ്രഷർ കുറഞ്ഞ ഒരുതരം കുഴച്ചിൽ ആദ്യം വരിക. താൻ തക്ക സമയത്ത് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. മുമ്പ് തന്നെ പള്ളിയിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാ ഒരു ജോലി അന്വേഷിച്ച് വന്നാ. ജോലിയോ? അപ്പോൾ നിന്റെ വീടും കുടുംബമൊക്കെ? എൻ്റെ നാട് കുറച്ച് അകലെയാ. പിന്നെ വീടും വീട്ടുകാരൊന്നുമില്ല. സ്വന്തമായിട്ടുള്ളതെന്ന് പറയാൻ നാരായണേട്ടനും ഫാമിലിയാ. ഇനി അവിടെ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല. ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. അവൻ അയാൾ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെയാ താൻ പഠിച്ച്? നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. അത് നാട്ടിൽ നാരായണേട്ടൻ്റെ കടയുടെ അടുത്ത് ഒരു വർക്ക്ഷോപ്പുണ്ട്. അവിടുത്തെ പയ്യനാണ് മുത്തു. എന്നെപ്പോലെ തന്നെ അവൻ പഠിപ്പിച്ചെന്നാ. ആ, എന്തായാലും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുത്തിനുണ്ടായിരുന്നു ഡ്രൈവറായിട്ട്. എൻ്റെ സതീശൻ വയനാട്ടുകാരനായിരുന്നേ. അവൻ എനിക്ക് വെറൊരു ഡ്രൈവറല്ലായിരുന്നു, എൻ്റെ ഉറ്റ ചങ്ങാതി കൂടിയായിരുന്നു. കഴിഞ്ഞ കൊല്ലമുണ്ടായ ആ മഴവെള്ളപ്പാച്ചിൽ അവൻ ഞങ്ങൾ വിട്ടു പോയി. ഭാര്യയുടെ പ്രസവം എടുത്തപ്പോൾ ലീവ് വാങ്ങിപ്പോയതാ. പ്രസവം കഴിഞ്ഞ് ഓരെയും കൂട്ടി ഇങ്ങോട്ട് വരാനിരുന്ന അപ്പോഴാ അവൻ്റെ കുടുംബത്തെ മുഴുവനായിട്ട് ആ ഉരുൾപൊട്ടലെടുത്തത്. അയാളുടെ കൺകോണിൽ എവിടെയോ ഒരു നീർക്കുമിള വന്ന് മൂടിയിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ ആരെയും ഞാൻ ഡ്രൈവറായിട്ട് കൂടെ കൂട്ടിയിട്ടില്ല. അത്യാവശ്യത്തിന് ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോകും. അതിനെൻ്റെ പാത്തുവിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കാത്തതായിട്ടൊന്നുമില്ല. എൻ്റെ മോളാ ഫാത്തിമ, ഇവിടെ ഡോക്ടറാ. അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പം എത്തും ചാടിത്തുള്ളി. ഇനി ആ വായിന്ന് കേൾക്കാനുള്ള കൂടി കേൾക്കണം. അയാൾ ഒരു പുഞ്ചിരിയോടെ നെടുവീർപ്പിട്ടുകൊണ്ട് ബെഡിലേക്ക് ചാരിയിരുന്നു. ആ, നിന്റെ പേരെന്താ? അലി. നിനക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? എൻ്റെ സതീശന് ശേഷം നിന്നെ കണ്ടപ്പോൾ കൂടെ കൂട്ടാനൊരു മോഹം. പോരുന്നുണ്ടോ എൻ്റെ ഡ്രൈവറായിട്ട്? അയാൾ അവനോട് ചോദിച്ചു. ഞാൻ അലിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് സമ്മതമാണ്. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൻ മറുപടി കൊടുത്തു. പാപ്പിച്ചി. അപ്പോഴാണ് കാഷ്വാലിറ്റിയുടെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഒരുവൾ അയാൾക്കരികിലേക്ക് ഓടി വന്നു. കയ്യിലൊരു സ്റ്റെതസ്കോപ്പും പിടിച്ചു വരുന്ന അവൾ വേഗം വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എത്ര പറഞ്ഞാലും കേൾക്കരുത് കേട്ടോ. പിന്നെ മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കുകയും ചെയ്യരുത്. ഞാൻ എടുത്തു കൊടുത്തില്ലെങ്കിൽ അന്ന് അതും ഉണ്ടാവില്ല. അയാളുടെ കയ്യിൽ പിടിച്ച് പൾസ് നോക്കുന്നുണ്ടെങ്കിൽ അവൾ ആവലാതിയോടെ പറയുകയാണ്. എൻ്റെ പാത്തുവോ, ഇങ്ങനെ ബേജാറാവാൻ എനിക്കൊന്നുമില്ല. അപ്പോഴേക്കും ഇവിടെ എത്തിയില്ലേ? അയാൾ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അയാളെ നോക്കി കണ്ണു കൂർപ്പിക്കുന്നതിനിടയിലാണ് അവൾ അരികിലായിരിക്കുന്ന അലിയെ ശ്രദ്ധിക്കുന്നത്. ഇതാരാണ് എന്ന ഭാവത്തിൽ അവൾ ഉപ്പയെ നോക്കി. ഇതാലി, എൻ്റെ പുതിയ ഡ്രൈവറാ. നിനക്കല്ലേ എന്നും പരാതി ഞാനൊരാളെ വെക്കാത്തതിന്. ഇനി മുതൽ അതിനൊരു പരിഹാരമായി. ഇവനാ എന്നെ ഇവിടെ എത്തിച്ച്. അയാൾ അവരെ നോക്കിക്കൊണ്ട് പാത്തുവിനോട് പറഞ്ഞു. താങ്ക്സ്. അവൾ ഒരു കുഞ്ഞു ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. അലി ചിരിയോടെ തലയാട്ടി. പിന്നീട് അങ്ങോട്ട് അവൻ്റേത് പുതിയൊരു ജീവിതമായിരുന്നു. വീട്ടിലേക്ക് പോരുമ്പോഴും അവൻ തന്നെയാണ് വണ്ടി ഡ്രൈവ് ചെയ്ത്. അറക്കലെന്നെഴുതിയ ആ വലിയ മതിൽക്കെട്ട് കടന്ന് വണ്ടി നിന്നത് ഒരു ഇരുനില വീടിന് മുമ്പിലാണ്. വീടിന്റെ രണ്ട് സൈഡിലുമായി 2-3 വീടുകൾ വേറെയുമുണ്ട്. അതൊക്കെ അനിയന്മാരുടെയും ചേട്ടൻ്റെയും വീടുകളാ. കൗതുകപൂർവ്വമുള്ള അവന്റെ നോട്ടം കണ്ടിട്ടാണ് സാഹിബ് അത് പറഞ്ഞത്. ഇതായിരുന്നു തറവാട്. പിന്നെ ഓരോരുത്തരായി താമസം മാറി. ഇപ്പം എല്ലാവരും വേറെ വീട്ടിലാണെങ്കിലും എന്താവശ്യത്തിനും ഞങ്ങൾ ഒറ്റക്കെട്ടാ. അയാൾ കുടുംബത്തെ അവന് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് ആ വീടിന്റെ ഉള്ളിൽ നിന്നൊരു സ്ത്രീയും മോളും ഓടി വന്നു. അവരയാളുടെ കൈകൾ പിടിച്ചു. ഇതെൻ്റെ ഭാര്യ ഹാജറ. 2 മക്കളാ, ഫാത്തിമയും ഐഷയും. ഫാത്തിമയെ നീ നേരത്തെ കണ്ടില്ലേ? ഇത് ഐഷ, +2 പഠിക്കുന്നു. അയാൾ 2 പേരെ അവന് പരിചയപ്പെടുത്തി കൊടുത്തു. ഫാത്തിമയുടെ ഹോസ്പിറ്റലിലാ, ഇപ്പൊ വരും. അലീന്നല്ലേ മോന്റെ പേര്? ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ആ നേരത്തെ ഇങ്ങനെ ഹോസ്പിറ്റലിലാക്കാൻ തോന്നിയതിന്. ആ ഉമ്മ നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കി. നിങ്ങൾ വല്ലതും കഴിച്ചോ? എവിടുന്ന്? എന്നാ വരും, ചായ കുടിക്കാം. വാടു, ചായ കുടിച്ചിട്ടേ നിന്റെ സാധനങ്ങളൊക്കെ എവിടെയാണോ അവിടെ പോയി എടുത്തേക്ക്. അയാൾ അവന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറുന്നതിനിടയിൽ പറഞ്ഞു. അകത്തേക്ക് കയറിയാലി ആ വീടൊന്നാകെയും കണ്ണുപിടിച്ചു. അകമേ വിശാലമായൊരിടം. അപ്പോൾ തന്നെ അവന് നാരായണേട്ടന്റെ താൻ കിടക്കാറുള്ള ആ ചായപ്പ് ഓർമ്മ വന്നു. പോയി കൈ കഴുകിയിട്ട് വാ. അയാൾ വാഷ് ബേസിലേക്ക് ചൂണ്ടി പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ സാഹിബ് തന്നെയാണ് അവന് കസേര നീക്കിയിട്ട് കൊടുത്ത്. ഭക്ഷണം കഴിക്കുമ്പോഴാണ് പുറത്തൊരു സ്കൂട്ടി വന്ന് നിന്ന്. ആ, പാത്തുവായിരിക്കും. അയാൾ ചായക്കപ്പ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. എവിടെ സാഹിബേ, ഇനിയെങ്കിലും മര്യാദക്ക് ഞാൻ പറയുന്ന മരുന്നൊക്കെ കറക്റ്റായിട്ട് കുടിച്ചോ? ഒരു കപടഗൗരവത്തിൽ ബാപ്പയോട് അതും പറഞ്ഞു വരുന്ന അവൾ അലിയെ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. അവൾ കൂടിയെത്തിയതും അവൻ വേഗം കഴിപ്പ് മതിയാക്കി അവർ ഉപ്പയ്ക്കും മകൾക്കുമായി ഇടം കൊടുത്ത് കൈ കഴുകാൻ പോയി. അലി, എന്നാ നീ വണ്ടിയായിട്ട് പോയിട്ട് നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വായോ. പള്ളിക്കടുത്ത് ഏതോ ലോഡ്ജിലാണെന്നല്ലേ പറഞ്ഞ്. ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഇനി മുതൽ നിനക്ക് അവിടെ താമസിക്കാം. ഇവിടെ സതീശൻ നിന്നെടുത്ത് അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. വേഗം പോയിട്ട് വാ. 10 മണിക്ക് നമുക്കൊരു മീറ്റിങ്ങിന് പോകാനുണ്ട്. ഞാൻ വേഗം വരാം, അവൻ തലകുലുക്കി പറഞ്ഞുകൊണ്ട് വേഗം വണ്ടിയെടുത്തു. താമസിച്ചിരുന്ന റൂമിൽ നിന്ന് തന്റെ സാധനങ്ങളെടുത്ത് വേഗം അറക്കിലേക്ക് തിരിച്ചു. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കുറച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ +2 കഴിഞ്ഞ ഒരു 6 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിരുന്നു. ബാക്കിയെല്ലാം നാരായണേട്ടൻ്റെ ചായ്പിൽ തന്നെയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ മുറ്റത്തെല്ലാവരും ഉണ്ടായിരുന്നു. മറ്റു വീട്ടിലെ ആളുകളാണെന്ന് അവന് തോന്നി. അവൻ പതിയെ വണ്ടി സൈഡാക്കി ഇറങ്ങി. ഇതാണല്ലോ അലി, മൂത്താപ്പ പറഞ്ഞിരുന്നു, വരൂ അവിടെ ഔട്ടൂസ്. ഒരു 18 വയസ്സ് തോന്നിക്കുന്ന മുൻപ് സതീഷേട്ടൻ ഇത് ഉപയോഗിച്ചിരുന്നു. വാതിൽ തുറക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു, ഞാൻ അമീർ, മുഹമ്മദ് സാഹിബിന്റെ അനിയന്റെ മോന, ഡിഗ്രി ഫൈനലാ. അവൻ ചിരിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. വേഗം ഫ്രഷായി വന്നോളൂ. അതും പറഞ്ഞ് അമീർ ഇറങ്ങിപ്പോയി. അലി ആ റൂമൊന്ന് കണ്ണോടിച്ചു. അത്യാവശ്യം സൗകര്യവും ബാത്റൂമൊക്കെയുള്ള ഒരു വലിയ റൂം. വേഗം സാധനങ്ങൾ അവിടെ വെച്ച് ഫ്രഷായി ഇറങ്ങി. ശേഷം വാതിലടച്ചുകൊണ്ട് കാർ പോർച്ചിലേക്ക് നടന്നു. അപ്പോൾ പുറത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മുറ്റത്ത് ഒരു വശത്തായി 2-3 കുട്ടികൾ ഒരു ബോളുമായി കളിക്കുന്നുണ്ട്. അവൻ വണ്ടിയിൽ ചാരിന്ന് അവർ കളിക്കുന്നതിലേക്ക് നോക്കി നിന്നു. അതിലൊരുവൾ ആ ബോൾ തട്ടുന്നതിനിടയിൽ അതുരുണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അവനും തിരിച്ച് അവർക്ക് തട്ടിയിട്ട് കൊടുത്തു. അതുകൊണ്ട് അവർ കൈകൊട്ടി ചിരിക്കുന്നുണ്ട്. ആ, നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് കിടന്നേ. ഷർട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് സാഹിബ് ഇറങ്ങി വന്നു. എന്നാ വണ്ടി എടുക്ക്. അയാൾ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ പറഞ്ഞു. അവൻ വേഗം വണ്ടി പോർച്ചിൽ നിന്നെടുത്ത് സാഹിബിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. നമുക്ക് ആ പഞ്ചായത്തിലൊന്ന് പോകണം, ഒരു മീറ്റിംഗ് ഉണ്ട്. നിനക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ അറിയോ? ഇല്ല, ഒരിക്കൽ പറഞ്ഞു തന്നാൽ മതി. അവനും അയാളെ നോക്കി പറഞ്ഞു. അവൻ വണ്ടി എടുക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അകത്തുനിന്ന് വാപ്പിച്ചിന്ന് വിളിച്ച് ഫാത്തിമ ഓടി വന്ന്. വാപ്പിച്ചി ഇങ്ങോട്ടാ? പഞ്ചായത്തിലൊന്ന് പോകണം. എന്താ പാത്തു? എന്നാ ഞാനും ഉണ്ട്. അപ്പൊ നിന്റെ സ്കൂട്ടി എന്തിയേ? അത് അമീറിന് കോളേജിൽ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് അവനെടുത്തു. അവൾ അതും പറഞ്ഞ് വണ്ടിയുടെ പിന്നിലേക്ക് കയറി. പഞ്ചായത്തിന് മുമ്പിലെത്തിയപ്പോൾ സാഹിബ് ഇറങ്ങി. ആ അലി, നീ അവളെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് പോര്. ഇതെന്തായാലും കഴിയാൻ കുറച്ച് സമയമെടുക്കും. അവൻ തലയാട്ടിക്കൊണ്ട് വണ്ടിയെടുത്തു. തിരിച്ച് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ രണ്ടാളും മൗനത്തിലായിരുന്നു. അലിയാണെങ്കിൽ നിറഞ്ഞ സന്തോഷത്തോടെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കൊടുത്തു. കാരണം ഇന്ന് തന്റെ ജോലിയുടെ ആദ്യത്തെ ദിവസമാണ്. പിന്നെ അതിലേറെ ഇഷ്ടപ്പെട്ടതാണ് ഇതുപോലൊരു വാഹനം ഓടിക്കാൻ. അവിടെ വർക്ക്ഷോപ്പിൽ വണ്ടി വരുമ്പോൾ ഇറക്കിയിടാനും തിരിച്ചു കയറ്റാനും ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനൊക്കെ മുത്തുവിന്റെ കൂടെ നിന്ന് പഠിച്ചു. സത്യം പറഞ്ഞ ഡ്രൈവ് പഠിക്കാനുള്ള കമ്പം കൊണ്ട് അവന്റെ കൂടെ കൂടിയതായിരുന്നു. ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ അത്രമേൽ ആസ്വദിച്ചാണ് ഈ ജോലി ചെയ്യുന്നത്. എന്നാൽ തന്റെ മുമ്പിലിരുന്ന് നിറഞ്ഞ ചിരിയോടെ വളയം പിടിക്കുന്നവനെ പാത്തുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിന് മുമ്പിൽ വണ്ടി നിർത്തി അവൾ ഇറങ്ങി. മാഡം, എന്നാ പൊക്കോട്ടെ. അവൻ അവളെ നോക്കി. ശരി, പിന്നെ ഇയാളെന്നെ മാഡം എന്ന് വിളിക്കണ്ട, ഫാത്തിമ എന്ന എൻ്റെ പേര്. എല്ലാവരും പാത്തു എന്ന് തന്നെ വിളിക്കാറ്. എനിക്കും അതാ ഇഷ്ടം. ഓഹ് സോറി. അവൻ അതും പറഞ്ഞൊരു ചിരിയോടെ വണ്ടിയെടുത്തു. അന്ന് പിന്നെ വൈകുന്നേരം വരെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ അമീറിന്റെ കൂടെ പാത്തുവിൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായാൽ പിന്നെ ആ വീടിന്റെ മുറ്റത്തൊരു ആഘോഷമാണ്. തൊട്ടടുത്തുള്ള എല്ലാവരും ഒത്തുകൂടി ചായ കുടിച്ച് കളിയും ചിരിയുമായി കുറേ നേരം. പുറത്തെ തിണ്ണയിലിരുന്ന് അവിടെ കളിക്കുന്ന കുട്ടികളെ നോക്കിയിരിക്കുകയാണ് അലി. അപ്പോഴാണ് ഐശ്വര്യ കപ്പ് ചായയും കടിയുമായി അവനരികിലേക്ക് വന്ന്. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, എന്താ പുറത്തോട്ടൊന്നും വരാത്ത? ഞങ്ങളുടെ സതീഷേട്ട് ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ. അതും പറഞ്ഞ് അവൾ ചായ അവന് നേരെ നീട്ടി. അവനും അതേ ചിരി തിരിച്ചു നൽകിക്കൊണ്ട് ആ ചായ വാങ്ങി. ഇത്രമേൽ ഭംഗിയുള്ള ദിവസങ്ങൾ ഇതുവരെ തന്നിൽ ഉണ്ടായിട്ടില്ലെന്നും എല്ലാത്തിനും കാരണം തനിക്ക് മുന്നിൽ ആ വീട്ടിലെ കസേരയിലിരുന്ന് തന്റെ കുടുംബം വീക്ഷിക്കുന്ന ആ മനുഷ്യനാണല്ലോ എന്നും അവൻ നന്ദിയോടെ ഓർത്തു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളും അത്രമേൽ നിറമാർന്നതായിരുന്നു. രാവിലെ എന്നും സാഹിബിനൊപ്പം പള്ളിയിൽ പോകും. പിന്നെ എന്തെങ്കിലും മീറ്റിങ്ങുകൾ, അല്ലെങ്കിൽ ഐഷയെയും ഉമ്മച്ചയെയും കൊണ്ടുള്ള ഷോപ്പിംഗ്. ഇടയ്ക്കെപ്പോഴെങ്കിലും പാത്തുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിടണം. അവൾക്ക് എന്തെങ്കിലും കേസുള്ള ദിവസങ്ങളിൽ രാത്രി അവളെ കൊണ്ടുവരണം. അങ്ങനെ ആ വീട്ടിൽ അത്രമേൽ പ്രിയപ്പെട്ട ഒരാളായി മാറുകയായിരുന്നു അവൻ. ഉമ്മയും സാഹിബിനെ പോലെ ഒരു സംസാരപ്രിയായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും ഐഷി അവനോട് നല്ല കൂട്ടായി. കൊച്ചുകുട്ടികളെ പോലെ അവനോട് സംസാരിക്കുന്ന അവളെ ഒരേട്ടന്റെ വാത്സല്യത്തോടെ അലിയും നോക്കി നിൽക്കുമായിരുന്നു. എന്നാൽ പാത്തു അധികമൊന്നും സംസാരിക്കാറില്ല. കണ്ടാൽ ചെറിയൊരു ചിരി കൈമാറും. കയ്യിൽ സ്റ്റെസ്കോപ്പും പിടിച്ച് ഓടി വന്ന് വണ്ടി കയറുന്ന അവളെ അവനും ബഹുമാനത്തോടെ നോക്കാറുണ്ടായിരുന്നു. അന്നൊരു ദിവസം രാത്രി സാഹിബ് പറഞ്ഞിട്ട് പാത്തുവിനെ കൊണ്ടുവരാൻ വന്നതായിരുന്നു. ഏകദേശം 12 മണിയായിട്ടുണ്ട്. വൈകുന്നേരം ഇറങ്ങാതിരുന്നായിരുന്നു അവൾ. പെട്ടെന്നാണ് ഒരു അർജന്റ് കേസ് വന്നു. വളരെ അത്യാസന്ന നിലയിലായിരുന്ന രോഗിയെ നോക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരം ഇത്രയും വൈകിയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കണ്ടു അവിടെ സെക്യൂരിറ്റി ചേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന അലിയെ. നേരത്തെ കാറ്റിൽ പാറിപ്പറന്ന തന്റെ തലമുടി ഒരു കൈ കൊണ്ട് ഒതുക്കി വെക്കുന്നതിനിടയിൽ തലചേരിച്ച് അവനും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന പാത്തുവിനെ. ഓക്കെ ചേട്ടാ, മാഡം വന്നു, പിന്നെ കാണാം. അതും പറഞ്ഞ് വേഗം വണ്ടിയെടുത്ത് അവൾക്ക് മുമ്പിൽ നിർത്തി. വണ്ടിയിൽ കയറിയിരുന്ന് സീറ്റിലേക്ക് ചാരി നെറ്റിയിലേക്ക് തല വെച്ചിരിക്കുന്നവൾ അലിയെ ശ്രദ്ധിച്ചു. എന്തുപറ്റി, സുഖല്ലേ? ഭയങ്കര തലവേദന. എന്നേ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഇല്ല, 10 മണി കഴിഞ്ഞപ്പോൾ ക്യാൻറ്റീൻ അടച്ചു. എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോവാം. വേണ്ട, ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാം. അതിനവിടെ ഫുഡ് ഉണ്ടാവൂ? സമയത്രയായി? എന്നെനിക്കൊരു ചായ വാങ്ങി തന്നാൽ മതി. നോക്കട്ടെ. ഹോസ്പിറ്റലിൽ നിന്ന് അത്ര ദൂരമൊന്നും വീട്ടിലേക്കില്ല. പക്ഷെ ആ നേരത്ത് നല്ലൊരു ചായ കുടിക്കണമെന്ന് പാത്തുവിനും തോന്നി. കുറച്ച് ചെന്നപ്പോൾ അവൻ വണ്ടിയൊന്ന് സൈഡാക്കി. ഇടൂരിക്കും, ഞാൻ വാങ്ങിയിട്ട് വരാം.
അത്യാവശ്യം ചെറിയൊരു തട്ടുകട. പാത്തു വെറുതെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അവൾക്ക് ഇതൊന്നും അത്ര പരിചിതമല്ല. റോഡരികിൽ തന്നെയാണ്. സൈഡിൽ 2 ചെറിയ ടേബിളുകളുണ്ട്. പാത്തുമില്ലെ പുറത്തേക്ക് ഇറങ്ങി അവിടെയുള്ള ഒരു ടേബിളിലിരുന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ്സിൽ ആവി പറക്കുന്ന ചൂട് ചായയുമായി അലി എത്തി. ദാ ചായ, ഇവിടുത്തെ സ്പെഷ്യൽ ജിഞ്ചർ ടീ ആണ്, തലവേദനയ്ക്ക് ബെസ്റ്റാ. അവനൊരു ചിരിയോടെ അവൾക്കരികിലേക്ക് ഗ്ലാസ് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. കഴിക്കാനായിട്ട് ഗ്രീൻ പീസ് എഗ് മസാലയുണ്ട്, ചായയുടെ കൂടെ ഇത് കഴിച്ചു നോക്ക്, നല്ല കോമ്പിനേഷനാണ്. അവൻ അതും പറഞ്ഞൊരു ചെറിയ പ്ലേറ്റ് നിറയെ മണമൂറുന്ന ആ വിഭവം അവൾക്കടുത്തായി വെച്ചു. അതിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക മണവും മുകളിലായി കൊത്തിയരിഞ്ഞിട്ട് സവാളയും കണ്ടപ്പോൾ പാത്തു പിന്നെ ഒന്നും നോക്കിയില്ല. ചായയും മസാലയും ആസ്വദിച്ച് കഴിക്കുന്ന പാത്തുവിനെ കാണേ വണ്ടിയിലിരുന്ന അലിയുടെ ചുണ്ടിൽ ഒരു ചിരിമിന്നി. അല്ല, ഇയാൾക്ക് വേണ്ടേ? വേണ്ട, ഞാൻ ഉമ്മുണ്ടാക്കിയ ചപ്പാത്തിയും ഫിഷ് കറിയും കഴിച്ചിറങ്ങിയത്. എന്നാ പോവാം. അവൾ ആ ഓരത്തായി വെച്ചിരുന്ന പൈപ്പിൽ നിന്ന് കൈ കഴുകി. പൈസ അത് ഞാൻ കൊടുത്തു. അതും പറഞ്ഞ് ആ വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കി. പിന്നെയൊന്നും പറയാനില്ലാത്ത പോലെ പാത്തു വണ്ടിയിലേക്ക് കയറി. അപ്പോഴേക്ക് അവൾക്കുണ്ടായിരുന്ന തലവേദനയും ക്ഷീണവും പമ്പ കടന്നിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു ചെറുചിരിയോടെ വളയം പിടിക്കുന്നവരെ നോക്കി പാത്തു ചോദിച്ചു, ഡ്രൈവിംഗ് ഇഷ്ടമാണോ? ഇഷ്ടമായിരുന്നു. ഇത്രയും ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ കിട്ടുന്നത് ഇവിടെ വന്നിട്ടാ. അതുകൊണ്ട് അത് ഏത് നേരത്തായാലും മാക്സിമം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അവൻ പറഞ്ഞ ശരിയാണെന്ന് പാത്തുവിനും തോന്നി. അത്രയും ഫ്രീ ആയിട്ടാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. സ്റ്റിയറിങ്ങും ഗിയറും ഒക്കെ അവൻ അനുസരിച്ച് നിൽക്കും പോലെ തോന്നും. ആരും ഇത്രയും ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അവളൊരു ചിരിയോടെ ഓർത്തു. അല്ലെങ്കിൽ ഇപ്പോഴാണ് താനിത് ശ്രദ്ധിക്കുന്നത്. അതൊരു പക്ഷെ ഇവനായതുകൊണ്ടാണോ? പാത്തുവിൻ്റെ കണ്ണുകൾ അറിയാതെ അലിയെ തേടിപ്പോയിക്കൊണ്ടിരുന്നു. തലവേദന ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആ ചായ കുടിച്ചപ്പോൾ തന്നെ പകുതി മാറി. തിരിച്ച് വീട്ടിൽ വണ്ടി നിർത്തിയപ്പോൾ അവനെ നോക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. വണ്ടി ഓഫാക്കി പോർച്ചിലിട്ടുകൊണ്ട് അവൻ തിരിച്ച് ഔട്ട് ഹൗസിലേക്ക് കയറിപ്പോയി. പിന്നീട് അങ്ങോട്ട് പാത്തുവുമായി ഒരു ചെറിയ സൗഹൃദം രൂപപ്പെടുകയായിരുന്നു. ആ മാസം അവസാനത്തെ ശനിയാഴ്ചയായിരുന്നു സാഹിബിൻ്റെയും ഭാര്യയുടെയും വിവാഹ വാർഷികം. വൈകിട്ട് പരിപാടി ഉണ്ടായിരുന്നു വീട്ടിൽ. പാത്തു, ഐഷു, അമീറൊക്കെ ആയിരുന്നു അതിൻ്റെ നടത്തിപ്പുകാർ. അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും അവർക്കുള്ള ഗിഫ്റ്റ് എടുക്കാനൊക്കെ പോയത് അലിയുടെ കൂടെയായിരുന്നു. അന്ന് ആ ദിവസം വീട്ടിലൊരു ഉത്സവമായിരുന്നു. വീട്ടുകാരും കുടുംബക്കാരും പാത്തുവിൻ്റെയും ഐഷുവിൻ്റെയും ഫ്രണ്ട്സും അങ്ങനെ ഒരുപാട് പേർ ഓരോരുത്തരായി കയ്യിൽ കരുതിയ സമ്മാനപ്പൊതികൾ കൊടുക്കുന്നുണ്ട്. തിരക്കുകൾ ഒഴിഞ്ഞപ്പോൾ അലിപതിയെ തൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റുമായി അവർക്കരികിലേക്ക് നടന്നു. എന്താടാ ഇത്? സാഹിബിൻ്റെ മൊത്തം ചെറിയൊരു ചിരിയുണ്ട്. ഇതെൻ്റെ വക ചെറിയൊരു സമ്മാനം, അത്ര വലുതൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഒരു മടിയോടെയാണ് പറയുന്നത്. നോക്കട്ടെ. ഐഷു വേഗം വന്നത് തുറന്നു. ഒരു വെള്ള നിറത്തിലുള്ള മുണ്ടും ഷർട്ടും മറ്റൊരു ബോക്സിൽ റോസ് നിറത്തിലുള്ള ഒരു കോട്ടന്റെ ചുരിദാറുമായിരുന്നു. ഇയാളിതെങ്ങനെ ഒപ്പിച്ചു? ഐഷു ചിരിയോടെ ചോദിക്കുന്നുണ്ട്. പാത്തുവും കാണുന്നുണ്ടല്ല. അന്ന് നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ, അപ്പോൾ വാങ്ങിയതാ. എനിക്കങ്ങനെ എടുക്കാനൊന്നും അറിയില്ല. പിന്നെ എടുത്തു കൊടുക്കാനും ആഘോഷിക്കാനും ഇങ്ങനെ പരിപാടികളൊന്നും ഉണ്ടായിട്ടുമില്ല. അവനൊരു ചിരിയോടെ പറഞ്ഞു. എന്നാൽ അവൻ അവസാനം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ പാത്തുവിനെ എവിടേക്കോ ഒരു സങ്കടം തോന്നി. അതിന് ഞങ്ങൾക്കിത് വേണ്ടാന്ന് ആരാ പറഞ്ഞേ? എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇനി ഡ്രസ്സ് എടുക്കാൻ ഞാൻ നിന്റെ കൂടെ വരൂ. അത്രയും നല്ല സെലക്ഷനാ. ഉമ്മച്ചി ആ ചുരിദാറിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ തനിക്ക് ഇത്രമാത്രം സങ്കടം എന്തിനാണെന്ന് പാത്തുവിന് മനസ്സിലായില്ല. വേറെയും ആളുകൾ അവരെ കണ്ട് സംസാരിക്കാനും ആശംസ അറിയിക്കാനും വരുന്ന കണ്ടാലി പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തെ കാടിൻ്റെ ഒരു അറ്റത്തായിരുന്നു. ഒരു വശത്തായി കുറച്ച് കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരുന്നു. എന്തുപറ്റി? കേക്ക് കട്ടിയാൻ വരുന്നില്ലേ? തൻ്റെ പിറകിലുള്ള ശബ്ദം കേട്ടപ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ പിന്നിൽ പാത്തുവിനെ കണ്ടപ്പോൾ അവനൊന്ന് പകച്ചു. താനെന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അവൻ വീണ്ടും ആ കുട്ടികളിലേക്ക് നോട്ടമിട്ടു. പേരറിയാത്തൊരു വിഷാദം അവൻ്റെ മുഖത്തുണ്ടെന്ന് പാത്തുവിന് തോന്നി. എന്തുപറ്റി? ഇയാളുടെ ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോ? ഏയ് ഇല്ല. ഇല്ലേ? അതെന്താ? മിസ് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒരു ഫാമിലി ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ രുചി അറിയാത്തതുകൊണ്ട്. നമ്മളെ രുചിച്ചറിഞ്ഞവല്ലേ വീണ്ടും കിട്ടാൻ നമുക്ക് കൊതി തോന്നുക. എനിക്കാകെയുള്ളത് നാരായണേട്ടനും കുടുംബമാണ്. അതിന് ഞാൻ എപ്പോൾ ചെന്നാലും ആ വാതിൽ എനിക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കും. പാത്തുവിനും അവനൊരു കൗതുകമായിരുന്നു. ഇടയ്ക്ക് അവനെ മാത്രം ഞാൻ തിരയുന്ന എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. വാ, കേക്ക് മുറിക്കാറായി. ഞാനില്ല, ഇയാൾ പോയിക്കോ. അത് പറ്റില്ല. ഇയാളിങ്ങനെ മാറിക്കുന്നുണ്ട പാപ്പച്ചിക്കും സങ്കടമാകും. ഇല്ല, എനിക്ക് ഈ കുടുംബവും ബന്ധങ്ങളൊക്കെ ദൂരെ നിന്ന് നോക്കിക്കാണാനാണ് ഇഷ്ടം. ഞാനായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നത് അതിനൊരു കളങ്കം വരുമെന്നൊരു പേടി. ഇയാൾ ചെല്ല്, ഞാൻ വരാം. പാത്തു വായോ. അപ്പോഴേക്ക് ആരോ വന്ന് അവൾ വിളിച്ചു. ചെല്ല്, ഞാൻ വന്നോളാം. അതിനവൾ മെല്ലിയൊന്ന് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞിടന്നു. എടാ അലി, ഇങ്ങോട്ട് വാടാ. അപ്പോഴേക്കും സാഹിബ് അവനെ വിളിച്ചു. അദ്ദേഹം വിളിച്ചുകൊണ്ട് തന്നെ അവൻ വേഗം അങ്ങോട്ടേക്ക് ഓടി. സാഹിബും ഭാര്യയും രണ്ടാളുടെയും സൈഡിലായി പാത്തു, ഐഷു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ. വാതിൽപ്പടിയിൽ നിന്ന് അലി അവർ കേക്ക് മുറിക്കുന്ന രംഗം നോക്കി നിന്നു. എല്ലാവരും പരസ്പരം കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് സാഹിബ് ഒരു കഷ്ണം കേക്കുമായി അലിക്കരിയിലേക്ക് വന്ന്. നീ എന്താണ് ഇങ്ങനെ മാറിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല.
ഒരു കഷ്ണം വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവനും മനസ്സ് നിറഞ്ഞ സ്വീകരിച്ചു. എന്തിനെന്നില്ലാത്തൊരു സന്തോഷം തന്നെ വന്ന് പൊതിയും പോലെ തോന്നി. ഇതെല്ലാം തനിക്ക് പുതിയ അനുഭവങ്ങളാണെന്നും ഒരു കുടുംബത്തിനും ബന്ധങ്ങൾക്കും ഇത്രമേൽ ഭംഗിയുണ്ടെന്നും അവന് തോന്നിപ്പോയി. നേരം വളരെ വൈകിയാണ് എല്ലാവരും പോയത്. ഹോസ്പിറ്റലിലെ പാത്തുവിന്റെ ഫ്രണ്ട്സിനെ അലിയാണ് ഡ്രോപ്പ് ചെയ്ത്. വീണ്ടും ദിവസങ്ങൾ ഓടിത്തുടങ്ങി. അലി അവന്റെ ജോലി നാൾക്ക് നാൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. ആ വീട്ടിലെ എല്ലാവർക്കും അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാത്തിലും ഒരു ചെറുചിരിയാൽ ഓടി നടന്ന് ചെയ്യുന്നവനെ പാത്തുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡോക്ടറായി ഞാൻ സന്തോഷിക്കുന്നതിനേക്കാൾ വെറുമൊരു ഡ്രൈവറായ അവന്റെ ചുറ്റുപാടിൽ എത്രത്തോളം സന്തോഷവാനാണെന്ന് അവൾക്ക് തോന്നി. ചില വൈകുന്നേരം കുട്ടികളുമായിട്ടുള്ള കളിയും ബഹളങ്ങളും ഉമ്മച്ചിയുമായിട്ടുള്ള സംസാരവും ഐഷു പഠിക്കുമ്പോൾ അവിടെ കൂടെ വന്നിരിക്കുന്ന എല്ലാം പാത്തു നോക്കി കാണുന്നുണ്ടായിരുന്നു. കുട്ടികളും ഐഷു അവനെ കാക്കു എന്ന് വിളിച്ച് പിന്നാലെ ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പാത്തുവിന് അട്ടപ്പാടിയിലേക്ക് ഒരു മെഡിക്കൽ ക്യാമ്പിന് പോവേണ്ടി വന്നത്. ഓൾ കേരള ഡോക്ടർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഹെഡായ ഫാത്തിമയ്ക്ക് തന്നെയായിരുന്നു സെലക്ഷൻ. അട്ടപ്പാടിയിലെ വനങ്ങളിൽ താമസിക്കുന്ന ചോല നായ്ക്കളടക്കമുള്ള ആദിവാസികൾക്ക് ആധുനിക രീതിയിലുള്ള ചികിത്സയും സാധനങ്ങളും എത്തിക്കുന്നതിനായി ഓരോ വർഷവും നടത്താറുള്ള ക്യാമ്പയിനായിരുന്നു ഇത്. കഴിഞ്ഞ വർഷം ആ ഹോസ്പിറ്റലിൽ നിന്ന് 3-4 പേർക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു. പക്ഷേ ഈ വർഷം ഒരാൾക്ക് മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പെർമിഷൻ കിട്ടൂ. പ്രതികൂല കാലാവസ്ഥയായതിനാൽ മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്ത സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഈ നടപടി. ഒരു 5 ദിവസത്തെ ക്യാമ്പായിരുന്നു അത്. മോളെ, നീ ഒറ്റക്കോ? കഴിഞ്ഞ വർഷമാണെങ്കിൽ എനിക്ക് ഇത്ര സമാധാനക്കേടുണ്ടായിരുന്നില്ല. ഇതിപ്പോ ആരുമില്ലാതെ. അതൊന്നും സാല വാപ്പിച്ച്, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. എന്നാലോ വേണ്ട, ഇതൊരു ട്രൈബൽ ഏരിയക്കുള്ള പോക്കല്ലേ. എത്ര സുരക്ഷയുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാവുന്നു. ഉമ്മച്ചി അവരുടെ ആവലാതി പറഞ്ഞു. എൻ്റെ ഉമ്മ, നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് പേടി. എന്നൊരു കാര്യം ചെയ്യാം, നീ നമ്മുടെ വണ്ടിയിൽ പോയാൽ മതി. അതാവുമ്പോൾ നിന്റെ കൂടെ അലിയുണ്ടാവുമല്ലോ. എന്തു പറയുന്നു? ഞാനെന്ത് പറയാൻ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇനി അതിൻ്റെ പേരിൽ ആരും ബേജാറാവണ്ട. പാത്തു ഏതോ ഒരു ഓർമ്മയിൽ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സാഹിബ് തന്നെ അലിക്ക് മുമ്പിൽ കാര്യം പറഞ്ഞു. പക്ഷെ അവന് വലിയ താല്പര്യമില്ലാത്ത പോലെ തോന്നി സാഹിബിന്. എന്താടാ, തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കൊന്നുമില്ല. പക്ഷെ പാത്തു, അവളെൻ്റെ കൂടെ ഇത്ര ദിവസം വേണ്ട, അതൊന്നും ശരിയാവില്ല സാഹിബേ. അതെന്താ ഇയാൾക്ക് എൻ്റെ കൂടെ പോന്ന? അവിടെ ഓരോ ഡോക്ടറുടെ കൂടെ ഓരോ ഗാർഡിയൻ അലൗഡാ. അകത്തേക്കുള്ള വാതിൽ കൈകെട്ടിയെന്ന് പാത്തുമായിട്ട് സംസാരം കേട്ടപ്പോൾ പറഞ്ഞു. അതേടാ അരി, നീ പോയിക്കോ. കണ്ട കാട്ടിലും മേട്ടിലും നടന്ന് ഈ പെണ്ണിനി എന്നാ വീട്ടിൽ വരിക? ഉമ്മയും അതിനെ ഏറ്റുപിടിച്ചപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാൻ അവന് അവസരം ഉണ്ടായില്ല. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. അതും പറഞ്ഞ് അവരേക്ക് നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. പിന്തിരിഞ്ഞടക്കുന്ന അവനെ ഒന്ന് നോക്കിക്കൊണ്ട് സാഹിബ് ഉമ്മയെ അകത്തേക്ക് കയറുമ്പോൾ പാത്തുവിന്റെ ചൊടിയിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ തിരികെ നടക്കുന്നവന്റെ മനസ്സിൽ എന്തിനാണെന്നറിയാത്ത ഒരുപാട് ആശങ്കകളും തിളച്ചുമറിഞ്ഞു. കാരണം പാത്തു തന്നെയായിരുന്നു. എന്തോ ഈയിടെയായിട്ട് അവൾ കാണിക്കുന്ന ആ സൗഹൃദ അടുപ്പവും മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രണയത്തിന്റെ വിത്ത് പാകിയിരിക്കുന്നു. ആദ്യമൊക്കെ ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള ബഹുമാനമായിരുന്നു അവളോട്. പിന്നെ അത് സൗഹൃദമായി. പക്ഷെ ഇപ്പോൾ കുറച്ചായി വേണ്ടാത്ത രീതിയിൽ എന്തൊക്കെയോ. രാത്രിയിൽ വൈകിയ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങുന്ന പെണ്ണിന് ഈയിടെയായിട്ടൊരു ചായ നിർബന്ധമാണ്. ആ രാത്രികളിൽ ശാന്തമായ ആ റോഡരികിലിരുന്ന് ആസ്വദിച്ച് ചായ കുടിക്കുന്നവളെ നോക്കിയിരിക്കാൻ തന്നെ രസമാണ്. കഴിഞ്ഞ ഞായറാഴ്ച പെൺപടകളെല്ലാം കൂടി ബഹളം വെച്ചപ്പോൾ വണ്ടിയെടുത്ത് നേരെ ബീച്ചിലേക്ക് വിട്ടു. അങ്ങനെ എല്ലാവരും കൂടി കടലിൽ കളിക്കാനിറങ്ങി. അന്ന് അവിടെ ഇടയിൽ ആ തിരമാലകളിൽ കളിച്ചും രസിച്ചു നിൽക്കുന്നവളെ ഒരുപാട് നോക്കി നിന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ രോഗികളോടും സ്റ്റാഫിനോടും പെരുമാറുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരുവൾ. അവരെല്ലാം കൂടി വെള്ളത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടി അവളുടെ പിറകെ ഓടിയപ്പോൾ ഓടി വന്ന് തന്നെ പിന്നിലൂടെ അള്ളിപ്പിടിച്ച് ഒളിച്ചു നിന്നവൾ. ഡ്യൂട്ടി കഴിഞ്ഞ് പാറിപ്പറക്കുന്ന മുടിഴകളെ ഷോളിനുള്ളിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് തന്നെ കാത്തു നിൽക്കുന്നവൾ. അങ്ങനെ എന്തൊക്കെയോ ഒരു ആകർഷണീയത മുളച്ചു പൊന്തിയത് പ്രണയമായി പന്തലിക്കുന്നതിന് മുന്നേ മനസ്സിനുള്ളിൽ തന്നെ പൂട്ടിവെച്ചു. തന്നേക്കാൾ എത്രയോ ദൂരത്ത് എത്തിപ്പിടിക്കാൻ പോയിട്ടൊന്ന് നോക്കാൻ പോലും അർഹതയില്ലാത്തതാണ്. എന്നാലും എന്തിനെന്നറിയാത്തൊരിഷ്ടം. തൻ്റേത് മാത്രമാക്കണമെന്നും മറ്റാർക്കും കൊടുക്കാതെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞ് പിടിക്കണമെന്നുമൊക്കെ തോന്നുന്ന ഒരു വികാരം. മുൻപൊരിക്കലും ആരോടും തോന്നാത്ത ഒരു അനുഭൂതി. പക്ഷെ എന്ത് കണ്ടിട്ടാണ് താൻ ഇത് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നെന്ന ചോദ്യം അലിയെ തളർത്തിക്കളഞ്ഞു. പാല് തന്ന കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന പോലെ അഭയം തന്ന് ഉപജീവനം നൽകിയ സാഹിബ് എന്ന വലിയ മനുഷ്യനോട് ചെയ്യുന്ന കൊടിയൊരു അപരാധമാവും ഇത്. അത്രമേൽ തന്നെ വിശ്വസിച്ച അയാളോട് ചെയ്യുന്ന മാപ്പറിയിക്കാത്ത പാപമാവും അതെന്ന ചിന്ത മുളപൊട്ടിയപ്പോൾ തന്റെ പ്രണയത്തെ അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടി. അതിൻ്റെ ഇടയിലേക്കാണ് ഇനി വീണ്ടും അവളെയും കൊണ്ട് തനിച്ചൊരു യാത്ര. ഇനിയും അവളുമായുള്ള നിമിഷങ്ങൾ ഒരുപക്ഷെ അത് തന്നെ വീണ്ടും സ്വാർത്ഥനാക്കിയാലോ എന്നിവരെ അവൻ ഭയന്നു. അതുകൊണ്ട് തന്നെയാണ് അത് വേണ്ട എന്ന് പറഞ്ഞത്. തൻ്റെ സ്ഥാനവും നിലയും തന്നെക്കാൾ എത്രയോ ഉയരത്തിലിരിക്കുന്ന അവളും പാടില്ല. അത്തരമൊരു ചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെയോ ചിന്തയിലുള്ള മനസ്സിനെ വരുതിൽ വരുത്തിക്കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി. അങ്ങനെ ആ ദിവസം നേരത്തെ തന്നെ അവരിറങ്ങി. അട്ടപ്പാടിയിലെ നരസിമുക്ക് എന്ന സ്ഥലത്തെത്താനായിരുന്നു നിർദ്ദേശം.
വീട്ടിലുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം അവൾ വാപ്പച്ചിയുടെ അടുത്തെത്തി. ഇറങ്ങട്ടെ വാപ്പച്ചി? പോയി വരൂ. പിന്നെ തിരിച്ചു വരുമ്പോ ഇത്താത്തൊക്കെ ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട് കേട്ടോ. പുറകിൽ നിന്ന് ഐഷു വിളിച്ചു പറഞ്ഞു. എന്ത് സർപ്രൈസ്? അതൊക്കെ വന്നിട്ട് കാണാം. പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ അലിയുടെ കൂടെ വണ്ടിയിൽ കയറി. പ്രകൃതിയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന അട്ടപ്പാടിയുടെ മാറിലേക്ക് അവരുടെ വണ്ടി നീങ്ങിക്കൊണ്ടിരുന്നു. പോകും വഴി കുറച്ചു നേരം പാത്തു ഉറക്കം തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അത്ര മഴയൊന്നും ഉണ്ടായില്ലെങ്കിലും അട്ടപ്പാടിയിലേക്ക് അടുക്കും തോറും മഴ കൂടി വന്നു. അവിടെ നിന്ന് ഇനി കുറച്ചുകൂടിയുണ്ട് അവർ പറഞ്ഞ ലൊക്കേഷനിലേക്ക്. നരസിമുക്കിൽ ഏതോ ഒരു ഫാമിലാണ് അവർക്ക് ഇന്ന് സ്റ്റേ. സ്വന്തമായി ടെന്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. വിശാലമായ കുന്നിൻ ചെരുവിൽ ടെന്റ് അടിച്ചു കൂട്ടാനാണ് ഇന്നത്തെ പ്ലാൻ. പിറ്റേന്ന് മുതലാണ് രോഗികൾക്ക് ചെക്കപ്പ് ഉണ്ടായിരിക്കുക. അതും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ ഉൾക്കാട്ടിലേക്ക് പോകൂ. അല്ലെങ്കിൽ വനം വകുപ്പിന്റെ വാഹനത്തിൽ അത്യാസന്ന നിലയിലുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതൊക്കെയായിരുന്നു ക്യാമ്പയിന്റെ അജണ്ട. ഓർക്കച്ചടവോടെ കണ്ണു തുറന്ന പാത്തു കാണുന്നത് അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളായിരുന്നു. അവൾ വേഗം ചാടി എഴുന്നേറ്റു. നമ്മൾ എവിടെ എത്തി? അവൾ കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. അട്ടപ്പാടി. അലി ചിരിയോട് അവളെ നോക്കി. എത്തിയോ? അവൾ സീറ്റിൽ നിവർന്നിരുന്നു. ഇല്ല, താൻ പറഞ്ഞ സ്ഥലത്തില്ല. ഇതിപ്പോ മുള്ളി എന്ന സ്ഥലോ? എന്തൊരു ഭംഗിയാണല്ലേ? അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവൻ പതിയെ ചിരിച്ചുകൊണ്ട് വണ്ടി സ്പീഡ് കുറച്ചു. പതിയെ പോയാൽ മതി. അവൾ അതും പറഞ്ഞ് തല പുറത്തേക്ക് ഇട്ടു. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ആ റോഡിലൂടെ അലി വണ്ടി മുന്നോട്ട് ചലിപ്പിക്കുമ്പോൾ കൈകൾ രണ്ടും വായുവിൽ നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പിടിക്കുന്നവരുടെ മുഖത്തേക്ക് അവനെ നോക്കി. തറയിൽ നിന്ന് ഉതിർന്നു വീണ തട്ടത്തിനുള്ളിലൂടെ ആടിക്കളിക്കുന്ന കമ്മൽ അവനറിയാതെ അവന്റെ ഉള്ളം കവർന്നു. കുറച്ചുകൂടി ചെന്നപ്പോൾ നമുക്കൊരു ചായ കുടിക്കാമെന്ന് അവൾ പറഞ്ഞു. ഇതിപ്പോ ഇയാൾക്കൊരു ശീലമാണല്ലേ? എന്ത്? ഇടയ്ക്കിടയുള്ള ഈ ചായ കുടി? അതിനെന്താ വലിയ ഡോക്ടറല്ലേ? നിങ്ങളെപ്പോൾ ഉള്ളവർ പറയാറുണ്ടല്ലോ ഇതൊന്നും അത്ര നല്ല ശീലമല്ലാന്ന്. അതൊക്കെ ശരിയാ. ഇയാളെ കൂടെ കൂട്ടിയ ശേഷം എനിക്കിതൊക്കെ ശീലമായത്. പിന്നെ നമ്മുടെ ചില ഇഷ്ടങ്ങളിൽ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ആരും മനഃപൂർവ്വം ഓർക്കാറില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് പറയുന്ന പാത്തുവിനെ എന്തിനെന്നറിയാതെ ഒരു നിമിഷം അലിയും നോക്കി. സൈഡിലായി കണ്ട ആ കുഞ്ഞ് ചായക്കടക്ക് മുമ്പിലായി വണ്ടി ഒതുക്കി. ഇറങ്ങ്. അവൻ സീറ്റ് ബെൽറ്റ് അടിച്ച് വേഗം ഇറങ്ങി. കടയിലേക്കായി കയറി പോകുന്നവനെ നോക്കിക്കൊണ്ട് അവൾ റോഡരികിലായിട്ടിരിക്കുന്ന തടിബെഞ്ചിലിരുന്നു. മഴയ്ക്ക് ചെറിയൊരു ആക്കം വന്ന പോലെ താനിരിക്കുന്നതിന്റെ എതിർ സൈഡിലായി കാണുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം. ദൂരെ നിന്ന് തന്റെ പ്രിയതമന്റെ കയ്യും പിടിച്ച് പ്രണയം പങ്കുവെച്ചും കലഹിച്ചും ചിരിച്ചും കുന്നിറങ്ങി വരുന്ന ഒരു പെണ്ണിനെ പോലെ തോന്നി ആ കാഴ്ച കണ്ടപ്പോൾ പാത്തുവിന്. ഇതാ ചായ. ആവി പറക്കുന്ന ചായയുമായി നിൽക്കുന്ന അലിയുടെ കയ്യിൽ നിന്ന് അവളത് വാങ്ങി. അപ്പോഴാണ് അവന്റെ കയ്യിൽ ആവിയിൽ പുഴുങ്ങിയെടുത്ത ഒരു ചോളം കാണുന്നത്. ഇതാർക്കാണ്? എനിക്ക്. അപ്പൊ ഇയാൾക്ക് ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട. ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായുള്ള ഒരു കല്ലിലേക്ക് ഇരുന്ന് അവൻ ചോളം തിന്നാൻ തുടങ്ങി. കയ്യിൽ പിടിച്ച ചായയുമായി പാത്തു അവനരികിലേക്ക് വന്നു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? ചോളം വേണോ? വേണ്ട. പിന്നെ? ചോളം കടിച്ചു നിന്നതിനിടയിലാണ് അലിയുടെ ശ്രദ്ധ മുഴുവൻ. അത് എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. അത് ഉമ്മാക്കുപ്പാക്കും ഐഷിനുള്ള പോലെ ഒരു ഇഷ്ടമല്ല, വേറെന്തോ. ഇനിയുള്ള ജീവിതം ഇയാളുടെ കൂടെ ജീവിക്കാൻ തോന്നുന്നൊരിഷ്ടം. യാതൊരു ഭാഭേദമില്ലാതെ അത്രയും ശാന്തതയോടെ ആ ചായ കുടിക്കുന്നിടയിൽ പാത്തുവിനോട് പറഞ്ഞു. എന്നാൽ അവളിപ്പോൾ പറഞ്ഞതിന്റെ ഞെട്ടിൽ കഴിച്ചു തീരാറായ ചോളത്തണ്ട് അവന്റെ കയ്യിൽ നിന്ന് ഉതിർന്ന് സൈഡിലൂടെ ഒഴുകുന്ന അരുവിയിലേക്ക് പതിച്ചു. കേട്ടതിന്റെ പകപ്പിൽ അവനൊരു നിമിഷം അവൾക്കെതിരെ പുറന്തിരിഞ്ഞ് നിന്നു. കാൽ മുതൽ തലവരെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. താൻ കേട്ടത് സത്യമാണോ എന്നറിയാതെ അവന് ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്ന പോലെ, എന്തിനാണെന്നറിയാതെ കണ്ണ് രണ്ടും നിറഞ്ഞു വരുന്ന പോലെ. ഇയാളൊന്നും പറഞ്ഞില്ല? പാത്തി വീണ്ടും അതേ ശാന്തതയോടെ ചോദിച്ചു. ബോധത്തിലേക്ക് വന്ന അലിയുടെ തൊണ്ടക്കുഴിയിൽ കിടന്ന് വാക്കുകൾ വറ്റിപ്പോയി. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. യോഗ്യതയും അർഹതയും നോക്കാതെ എപ്പോഴൊക്കെ ഇയാൾ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അവൻ്റെ നാവ് ധരിച്ചു. അന്നേരം തന്നെ അവൻ്റെ ബോധമണ്ഡലത്തിൽ സാഹിബിന്റെ മുഖമൊന്ന് മിന്നി. അത്രമേൽ വിശ്വാസത്തോടെ അലിയെന്ന് വിളിക്കുന്ന, മുന്നും പിന്നും നോക്കാതെ വണ്ടിയുടെ ആ താക്കോൽ കൂട്ടം തന്നെ ഏൽപ്പിച്ച ആ മനുഷ്യന്റെ മുഖം. അത് തന്റെ യജമാനൻ മാത്രമല്ല, ഒരു മകളുടെ പിതാവ് കൂടിയാണ്. അത്രമേൽ വിശ്വസിച്ചവൻ തന്നെ ചതിച്ചു എന്ന് അയാൾ അറിയുമ്പോൾ അവനൊരു ഉൾക്കിടലത്തോടെ ഓർത്തു. പാടില്ല, പടച്ചവന് നിരക്കാത്തൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. കുത്തഴിഞ്ഞൊരു ജീവിത സാഹചര്യമാണെങ്കിൽ പോലും നാരായണേട്ടന്റെ സത്യസന്ധത കണ്ടോളുന്ന താൻ ഇതുവരെ ഒരു തെറ്റിലേക്കും പോയിട്ടില്ല. അതുതന്നെയായിരുന്നു തളരാതെ പതരാതെ തനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം. ഇവിടെ ഇനി ഒന്നും വേണ്ട, തനിക്കായി മാത്രം എല്ലാവരെയും കരയിപ്പിച്ച് താൻ മാത്രം ജീവിക്കേണ്ട. നാവോളം എത്തിയ മോഹങ്ങളെയെല്ലാം അപ്പാടെ ഉള്ളിലേക്ക് തന്നെ വിഴുങ്ങിക്കൊണ്ട് ഒരു തമാശയേട്ട ലാഘവത്തോടെ അവൻ പൊട്ടിച്ചിരിയെടുത്ത് മുഖത്തണിഞ്ഞു. നീ എന്താ പറഞ്ഞെന്ന്? അമർത്തി വന്ന ചിരി അടക്കി പിടിക്കും പോലെ അവൻ അവൾക്കരികിലേക്ക് തിരിഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും ഇയാളിപ്പോ കേട്ടില്ലേ? കേട്ടു. എന്റെ പാത്തു,
നീയും നിന്റെ വീട്ടിലെ പിള്ളേര് ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ വട്ടുപിടിപ്പിക്കുന്ന പോരായിട്ടാണോ? ഇതൊരു പ്രാങ്കാണോ? അന്ന് ഐഷവും കുട്ടികളുമായി ചേർന്ന് അവനെ ഒന്ന് പ്രാങ്ക് ചെയ്തതിന്റെ ബാക്കി പോലെ അവൻ കൈ രണ്ടും ഇടയിൽ കുത്തി. ഇത് പ്രാങ്ക് ഒന്നല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. തന്റെ മുന്നിലുള്ള ചുണ്ടും ചുളുക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നിപ്പോയി അലിക്ക്. ദേ, എന്നെ കിടന്ന് വട്ടം ചുറ്റിക്കൊന്ന് പോയി വണ്ടി കയറിക്കേ. നിന്ന പോലെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരുടെ വില കളയാനായിട്ട് ഓരോ പൊട്ടത്തരങ്ങള്. സത്യമായിട്ട് നീ ഒരു ഡോക്ടർ തന്നെയല്ലേ? അല്ലെങ്കിൽ ഞാൻ കാര്യമായിട്ടാ. എന്നാ ഞാനും കാര്യമായിട്ടാ. ഇനി അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ചുരം കയറുമ്പോൾ ഇവിടെ തന്നെ ഉപേക്ഷിക്കണം. തൻ്റെ വാപ്പ എന്നിൽ ഏൽപ്പിച്ച വിശ്വാസം, അതാണ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത്. എൻ്റെ ജീവൻ പോയാലും അത് ഞാൻ കൈവിടില്ല. അതുകൊണ്ട് മനസ്സിൽ തോന്നിയൊരു തമാശ അങ്ങനെ കണ്ടാൽ മതി. വേഗം പോയി വണ്ടി കയറി. വീണ്ടും അവൾക്കൊരു അവസരം കൊടുക്കാതെ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുന്നവളെ ഒന്നുകൂടി നോക്കി പോക്കറ്റിൽ നിന്ന് വാലറ്റ് എടുത്ത് അവൻ കടക്കുള്ളിലേക്ക് കയറി. ഇനി അവൾക്ക് മുമ്പിൽ നിന്നാൽ തൻ്റെ ഉള്ളിലെ കള്ളത്തിൽ അവൾ കണ്ടുപിടിച്ചാലോ എന്ന് അവനും ഭയന്നു. പതിയെ നടന്ന് വണ്ടി തുറന്ന് പാത്തോതിൽ കയറിയിരുന്നു. സീറ്റിലേക്ക് ചാരി കണ്ണു തുറക്കുന്നവളെ കടയിൽ നിന്നുകൊണ്ട് അലിയും കണ്ടു. പാടില്ല പാത്തു, നമ്മൾ തമ്മിൽ ചേരേണ്ടവരല്ല. അങ്ങനെ നീയും കൂടി എൻ്റെ കൂടെ വീണ്ടും അനാഥത്വത്തിലേക്ക് വീഴേണ്ടവളല്ല. ആ അരുവിയിലേക്ക് ഇറങ്ങി നിറയുന്ന കണ്ണ് തുടരെ വെള്ളമൊഴിച്ച് കഴുകിയെടുത്തുകൊണ്ട് അവനും വേഗം വണ്ടിയിലേക്ക് കയറി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.